പ്രശ്നം കേട്ടാ, നമ്മുടെ രാഹുൽ ഗാന്ധി സാധാരണ അദ്ദേഹം തായ്ലാൻഡിലേക്കും പട്ടായയിലേക്കും ആംസ്റ്റർഡാമിലേക്കും ഒക്കെയാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ജൂഡോ പരിശീലിക്കുന്ന ഒരു വീഡിയോ കണ്ടു. വ്യക്തിപരമായിട്ട് അതെനിക്ക് വളരെ ഇഷ്ടമായി. അദ്ദേഹം സർക്കാരിനെ എല്ലാ രീതിയിലും വിമർശിക്കാനാണ് അത് വീഡിയോ ചെയ്യുമെങ്കിലും എനിക്കിഷ്ടമായി. അദ്ദേഹം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ അടിക്കുന്നു, അയാൾ അപ്പുറത്തടിക്കുന്നു, വേറൊരാളെ അടിക്കുന്നു, ഇങ്ങനെ റൗണ്ട് അടിച്ച് അടിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കണ്ടോ ഒരാളെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ അടി ഇത്രയും പരക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത് ഇങ്ങനെ ആളെ കെട്ടിപ്പിടിക്കുന്നു, അയാൾ വേറൊരാളെ കെട്ടിപ്പിടിക്കും. കണ്ടോ, ഇതാണ് ഹെയ്റ്റ്രഡും സ്നേഹവും തമ്മിലുള്ള. സ്നേഹത്തിൻ്റെ കടയാണല്ലോ തുറക്കുന്നത്. സ്നേഹത്തിൻ്റെ കട തുറന്ന് കർണാടക കടം കയറി മുടിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി സാധാരണ തായ്ലൻഡിലും പട്ടായയിലേക്കാണ് പോകുന്നത്, ബാങ്കോക്ക് ഇവിടെയൊക്കെയാണ് പോകുന്നത്. ഈ നമ്മുടെ ബ്ലിറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബംഗ്ലാദേശി മാധ്യമങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ പല വെളിപ്പെടുത്തലുകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും അത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. പ്ലീസ്, ഞങ്ങളത് ഏറ്റെടുക്കില്ല. ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലും കൊണ്ടുവരൂ, അത് ഹിഡൻബർഗോ അല്ലെങ്കിൽ ഏതെങ്കിലും തുക്കട സംഘടനയോ അല്ലെങ്കിൽ ഒരു 10-40 ഫോളോവേഴ്സ് മതി. ആ ട്വിറ്ററിലുള്ള ഏതെങ്കിലും ഒരു ഫേക്ക് ID കൊണ്ടുവന്നാൽ പോലും ഞങ്ങളത് എടുക്കും. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ എടുക്കില്ല. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് നാളെ പോകുന്നത്. നാളെയല്ല, അമേരിക്കയിലേക്ക് പോകുന്ന ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അമേരിക്കയിൽ പോകുന്നു. രാഹുൽ ഗാന്ധി എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്? ഇത് നമ്മുടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നിരീക്ഷിക്കട്ടെ. അത് ഞാൻ പറയാനായിട്ടൊരു കാരണമുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നരേന്ദ്രമോദി എവിടെ പോയാലും രാഹുൽ ഗാന്ധിക്ക് ബിറ്റ് ബൈ ബിറ്റ് ഓരോ മിനിറ്റ് മോദി എന്താണ് ചെയ്യുന്നതെന്ന് അറിയണം. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത് എനിക്കും അറിയണം. മോദി എന്താ ചെയ്യുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഞാനടക്കമുള്ളവർ വോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. ഇയാൾ എവിടെ പോകുന്നത്? അമേരിക്കയിൽ ആരുമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്? എന്താണ് ഇയാൾക്ക് അവിടെ ഉദ്ദേശം? ഇത് പറയാനുള്ള കാരണം, ബംഗ്ലാദേശിൽ രാഹുൽ ഗാന്ധി അവിടെയുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ തലവ അങ്ങനെ ഒരു പറയുമല്ലോ, ഈ സ്ത്രീ നേതാവ്, എക്സാക്ട് വേർഡ് കിട്ടുന്നില്ല, ആയിട്ടുള്ള ആ സ്ത്രീയുടെ മകനായിട്ടുള്ള താരിഫ് റഹ്മാനുമായിട്ട് ലണ്ടനിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ആരോപണം വന്നിരുന്നു. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. ലണ്ടനിൽ വെച്ച് മാധ്യമങ്ങളൊക്കെ പ്രതികരിപ്പിക്കാൻ ശ്രമം നടത്തി, ഒരു വിധത്തിൽ പ്രതികരിച്ചില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ അറിവോടുകൂടെയാണ് ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി നടന്നത് എന്നുള്ളൊരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. അത് സത്യവുമാണ്. പിന്നെ ഈ അമേരിക്കയുടെ തന്നെ ഡിപ്ലോമാറ്റായിട്ടുള്ള ജെനിഫർ ലോസൺ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനും ബംഗ്ലാദേശ് മോഡൽ ഇന്ത്യയിൽ ആവർത്തിക്കാനും ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവർ പല പ്രമുഖരെയും കാണുന്നു, ഒവൈസി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ കാണുന്നു, പ്രതിപക്ഷ നേതാക്കളെ കാണുന്നു, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെ നമ്മുടെ രാജ്യം നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എന്തിനാണ് പോകുന്നത്? നേരത്തെ ചൈനയിൽ പോയിട്ടുണ്ട് ഇയാൾ. ചൈനയിൽ പോയിട്ട് അവിടെ പല കാര്യങ്ങളും ഇയാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിൽക്കുമ്പോൾ ഇയാളുടെ ഈ അമേരിക്കൻ സന്ദർശനം ഒരു സംശയ മുനയിലാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. എന്താണ് തോന്നുന്നത്? ഡീപ് സ്റ്റേറ്റ്, അമേരിക്ക ലോകത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പറയുന്ന ഇപ്പോൾ ചർച്ചയിലായിട്ടുള്ളത് കണ്ടല്ലോ, ഡീപ് സ്റ്റേറ്റ്. അതെ, 2029 അവരുടെ ഉദ്ദേശം ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി തന്നെയാണ്. അവരുണ്ടാക്കി കൊടുത്തതാണ് ഇന്ത്യ മുന്നണി എന്ന് നമ്മൾ പറഞ്ഞാൽ ചില ആൾക്കാർ പറയും. അല്ല, ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയുടെ പേര് പോലും അമേരിക്കൻ താല്പര്യവും അല്ലെങ്കിൽ ബി സ്റ്റേറ്റിൻ്റെ തലയിൽ ഉദിച്ചതാണെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം BJPക്കെതിരെ ഒരു നീക്കം, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇന്ത്യ ഈ മൂന്നാമതും മോദി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയിരുന്നു. കാരണം എക്കണോമിക്കലി ഇന്ത്യയുടെ നീക്കം അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല. സെൻട്രലിലേക്കുള്ള പോക്ക് അല്ലെങ്കിൽ മൂന്നാം സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള പോക്ക്, അതിനുവേണ്ടി മോദി മാറിയേ മതിയാവത്തുള്ളൂ. അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇവിടെ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഒരു കലാപം, എങ്ങനെയായാലും നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയെ തടയണം. അതിൻ്റെ പക്ഷേ ഇനി അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2029 ഇന്ത്യ മുന്നണിയുടെ വെടി തീർന്നു. ഇന്ത്യ മുന്നണി ഇതിൽ കൂടുതലൊന്നും കാണിക്കാൻ പോകുന്നില്ല. 2029 നിങ്ങൾ രാഷ്ട്രീയ അജ്ഞത കൊണ്ട് പറയുന്നതാണ്. ഡീപ്പായിട്ട് ഞാൻ എൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം അതുകൊണ്ടാണ് പുറയിൽ കൈയും വെട്ടി തലയൊക്കെ ഇങ്ങനെ അട്ടി പുള്ളി ഇങ്ങനെ നടക്കുന്നത് രാഹുൽ ഗാന്ധി. പുള്ളി ഹാപ്പിയാണല്ലോ.
അതിനകത്ത് വളരെ കൃത്യമായിട്ട് എന്നാൽ ആ ഇന്ത്യ മുന്നണി ഉണ്ടായതിനു ശേഷം കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷം വരാതിരിക്കുന്നതിന് വേണ്ടിയും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു തൂക്കു മന്ത്രിസഭ വന്നാൽ മാത്രമേ ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു ഗവൺമെൻറ് വരണ്ട. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കണമെന്ന് നിർബന്ധം പിടിച്ചു. ഈ നിർബന്ധവും ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യം തന്നെയാണെന്നാണ് അറിയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിനെക്കാട്ടി കോൺഗ്രസ് കുറച്ച് സീറ്റ് മത്സരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് കിട്ടിയതിനെക്കാട്ടി കോൺഗ്രസ് കൂടുതൽ സീറ്റ് കിട്ടി. പക്ഷേ ആ സീറ്റുകളുടെ എല്ലാം കെയർ ഓഫ് ഘടകകക്ഷികൾ തന്നെയാണ്. കാരണം ഘടകകക്ഷികളുടെ സീറ്റ് കൊടുത്താണ് കോൺഗ്രസിനെ ആ നിലയിലെത്തിച്ചത്. നിങ്ങൾ സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. 2014 എൻ്റെ കണക്ക് പറഞ്ഞു, ഇപ്പം 63 സീറ്റ് കുറവാണ് ബി ജെ പിക്ക്. മനസ്സിലാവുന്നുണ്ടോ? 2019 പക്ഷേ വോട്ട് 42.5% ഉണ്ട്. മനസ്സിലായി. 2019 2024 42 പോയിന്റ്, 2019 40.6%. ആർക്കാണ്? 2019 42.5%, 63 സീറ്റ് കുറയുമ്പോൾ എൻ ഡി എ മുന്നണിക്കും 40.6% ഇന്ത്യ മുന്നണിക്കുമുണ്ട്. 2% വ്യത്യാസമേ ഉള്ളൂ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അതേസമയം 2019 19.49% കോൺഗ്രസിൻ്റെ വോട്ട്. അന്ന് 52%, അല്ലെങ്കിൽ 52% അല്ല 52 സീറ്റാണ് കോൺഗ്രസ് ഉണ്ടായത്. അതേസമയം 2019 2024 21.19 കോൺഗ്രസിന് വന്നപ്പോൾ അത് 47 സീറ്റ് 47 സീറ്റ് വർധന വന്നു. ഞാൻ പറയാൻ പോകുന്നത് 42.5% വോട്ട് മേടിക്കുന്ന ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല 2024. അതേസമയം 2014 36.17% മാത്രമാണ് ബി ജെ പിയുടെ വോട്ട്. ആ സമയത്ത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഏതാണ്ട് 294 കണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം 303 ഉണ്ട് 2019. അന്ന് ബി ജെ പിക്ക് വോട്ട് കൂടി, ശതമാനം കൂടി 37.63%. ധനുഷ് മനസ്സിലാക്കി. ധനുഷ് പറഞ്ഞല്ലോ ഒരു കാരണവശാലും നടക്കത്തില്ലെന്ന്. പക്ഷേ ഇപ്പം ഇന്ത്യ മുന്നണി 2024 40.6%. എന്നാൽ 42.5% വരുന്ന എൻ ഡി എ മുന്നണിക്ക് 63 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി കുറവാണ്. അതാ പറഞ്ഞ പല സ്ഥലത്തും അത് അങ്ങനെ വരാനായിട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലത്തും 1000-ന് താഴെ വോട്ട്. ഇല്ല അതിനായി വരാനുള്ള കാര്യം പറഞ്ഞുതരാം. ഇന്ത്യയിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന മതരാഷ്ട്രീയമാണല്ലോ. മതരാഷ്ട്രീയം ഹിന്ദുവിനെ ഏകീകരിച്ചുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. അത് ഹിന്ദു പാർട്ടി അത് അവർ കൃത്യമായിട്ട് 2014 ഇത് മനസ്സിലാക്കാതെ മുസ്ലിംകൾ വിചാരിച്ചു നരേന്ദ്രമോദി എന്ന നരാധിപൻ അധികാരത്തിൽ വരത്തില്ല. വന്നു. അതിനുശേഷമുള്ള പ്രവർത്തനത്തിനകത്ത് മുസ്ലിം അസ്വസ്ഥമായി. 2019 വന്നപ്പോൾ മുസ്ലിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തി. അപ്പം ഏകീകരണം കൃത്യമായി. അതിനെക്കാട്ടി കൂടുതൽ ഭൂരിപക്ഷത്തിൽ വീണ്ടും മോദി വന്നു. 2024 സ്ട്രാറ്റജി മാറ്റി. മനസ്സിലാക്കണം. ഹിന്ദുവിനകത്ത് ഹിന്ദു ഏകീകരണം ബി ജെ പി ഉദ്ദേശിക്കുന്നത് പോലെ വന്നാൽ യാതൊരു കാരണവശാലും ഇനിയും ബി ജെ പിക്ക് അല്ലാതെ വേറൊരു പാർട്ടിക്ക് അധികാരത്തിൽ വരാൻ പറ്റുന്നില്ലെന്നുള്ളതായി. രാഹുൽ ഗാന്ധിയുടെ കീഴിൽ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണം അന്ന് തൊട്ടേ ഉണ്ട്. ന്യൂനപക്ഷം രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തുള്ളത്. നിങ്ങൾ കേരളത്തിൽ പരിശോധിച്ചാലും ഇന്ത്യയിലുടനീളം പരിശോധിച്ചാൽ ആ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാവും. കേരളത്തിലെ അറിയാമോ ലോക്സഭയിലെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാവില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ CPM മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞു തുടങ്ങിയത്. അപ്പം ഇതിനകത്ത് ഇനിയും ഈ ഒരു വോട്ട് അല്ലെങ്കിൽ ആ ഏകീകരണത്തിനോട്ട് അവിടെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദുവിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാക്കി പണ്ട് കോൺഗ്രസ് ചെയ്തതുപോലെ സ്പ്ലിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഉള്ള രാഷ്ട്രീയമാണ് ജാതി രാഷ്ട്രീയം. അതാണ് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കഴിഞ്ഞ ദിവസം ധനുഷൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ജാതി സെൻസസ്, ജാതി രാഷ്ട്രീയം എവിടെ പറഞ്ഞാലും അദ്ദേഹം ജാതി. അത് വർക്കൗട്ടായാൽ ഈ ഒന്നിച്ചു നിൽക്കുന്ന ഹിന്ദുവിനെ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം, ഇത്തരത്തിലുള്ളൊരു നെറേറ്റീവ്, ഈ മുദ്രാവാക്യത്തിൻ്റെ പുറകിൽ ഡീപ് സ്റ്റേറ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു ബുദ്ധിയോട് അത് വർക്കൗട്ടാക്കുന്നതിന് വേണ്ടിയും അതിൻ്റെ നാളെക്കാലത്തേക്കുള്ള അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി മാത്രമാണ് ഇയാൾ ഇപ്പം അമേരിക്കയിലേക്ക് പോകുന്നത്. ഇയാളുടെ അമേരിക്കൻ സന്ദർശനത്തിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം 2023 തോന്നുന്നു അമേരിക്കൻ സന്ദർശനത്തിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പം ഇന്ത്യ ഗവൺമെൻറ് രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ ഇത് എടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം ഇവിടുന്ന് പറഞ്ഞതിനപ്പുറം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു സ്ത്രീയെ പറ്റി, ഹിന്ദുസ്ഥാൻ ഹ്യൂമൻ റൈറ്റ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുധാ വിശ്വനാഥ്, അവരാണ് ഇയാളെ ഡൊണാൾഡ് ലു
അതായത് പശ്ചിമ ബംഗാൾ വിഭജനത്തിന് അല്ലെങ്കിൽ ലഹളയ്ക്ക് കൃത്യമായി പങ്കുവഹിച്ച അമേരിക്കൻ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ വന്ന് ഇദ്ദേഹത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു വർഷം കണ്ടത്. അതായത് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഈ കട്ടിങ് സൗത്ത് അത് പിന്നെ കണ്ടുപിടിച്ചു, അതിനകത്ത് പ്രവർത്തിച്ചു. അപ്പം ഈ ആളിനെ കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോൾ രഹസ്യ കൂടിക്കാഴ്ച ഡൊണാൾഡുമായിട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അല്ലെ പ്രസിഡന്റ്, അദ്ദേഹത്തെ പ്രസിഡന്റ്, അതും നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അനുമതി ഇല്ലാതെ കണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യക്ക് അകത്ത് ആഭ്യന്തര ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യ വിഭജനത്തിൽ ഇന്ത്യയിൽ മോശമായ പൊളിറ്റിക്സ് ഉണ്ടാക്കുന്നതിനും മോദിക്കെതിരെ പ്രവർത്തിക്കുന്നതിനും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള പല ആൾക്കാരെയും കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്ത സുനിതാ വിശ്വനാഥ് വെളി വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യവും ഇദ്ദേഹത്തിൻ്റെ പോക്കിനകത്തും ധനുഷ് പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് കലാപത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ നേതാവിൻ്റെ മകനെ കൊണ്ട് ഇതുപോലെ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആൾക്കാരെ മൊത്തം കാണുന്നതിനും തയ്യാറെടുക്കുന്നതിനും വേണ്ടി മാത്രമാകുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം. ഈ വിദേശ സന്ദർശനം അമേരിക്ക ആയതുകൊണ്ടും മാത്രം നമ്മുടെ എക്കണോമിയിലേക്കുള്ള വളർച്ചയ്ക്ക് അമേരിക്ക അസ്വസ്ഥത ഉണ്ടായതുകൊണ്ടും ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെയൊക്കെ തന്നെ ഇന്ത്യയിൽ സംഭവിക്കണം അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തനം നടക്കുന്ന സമയത്ത് അതിന് കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതിന് അവർ ഉപയോഗിക്കുന്ന ടൂൾ തന്നെയാണ് രാഹുൽ ഗാന്ധി. അപ്പം ഈ പോക്ക് നിങ്ങളൊക്കെ പറഞ്ഞ അയാൾക്ക് അമേരിക്കയിൽ പോലെ ഈ പോക്കിനകത്ത് കൃത്യമായ അജണ്ട ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി മുന്നോട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ 2029 വരെ എത്തുമെങ്കിൽ, അതിന് മുമ്പേ കലാപങ്ങൾക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യും, പല കാര്യങ്ങളും നടത്തും. എത്തുമെങ്കിൽ ആ ഇലക്ഷനെ നേരിടേണ്ട തയ്യാറെടുപ്പുകളും അതിൻ്റെ മുദ്രാവാക്യങ്ങളും അതിൻ്റെ സമരങ്ങളും കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ബ്രെയിൻ മാപ്പിങ്ങിനും അല്ലെങ്കിൽ വർക്കിനും ഒക്കെയാണ് അദ്ദേഹം പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് തന്നെയായിരിക്കും. അതുകൊണ്ട് ധനുഷ് പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ കൊള്ളാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ ഉപയോഗിച്ച് ഇന്ത്യയെ അട്ടിമറിക്കുന്നതിനും അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയൊക്കെ ജോർജ് സോറസും ഡീപ് സ്റ്റേറ്റും അമേരിക്കയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പച്ചയായ വാസ്തവമാണ്. അതാണ് നമുക്ക് ഈ പോക്കിൽ നിന്ന് മനസ്സിലാവുന്നത്.